ഫൂഫി. ട്രെവർ നോയയുടെ ചൈൽഡ്ഹുഡ് ഡോഗിൻ്റെ പേരാണ് ഫൂഫി. ഇറ്റ് ഈസ് ഓഫൺ ഡിസ്ക്രൈബ്ഡ് ആസ് ബ്യൂട്ടിഫുൾ ബട്ട് ഡം. ട്രെവർ നോയെ വളരെ പ്രൊഫൗണ്ടായിട്ടുള്ള ഒരു ട്രൂത്ത് ലെസൺ പഠിപ്പിക്കുന്നത് ഫൂഫിയാണ്. ആ ഒരു റിയലൈസേഷൻ അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ലവിനെ കുറിച്ചുള്ള ആ ഒരു പാഠം ഇതാണ്: യു ഡു നോട്ട് ഓൺ ദ തിങ് ദാറ്റ് യു ലവ്. നിങ്ങൾ സ്നേഹിക്കുന്ന എല്ലാം നിങ്ങളുടേത് മാത്രം ആവണം എന്നില്ല എന്നുള്ള പ്രൊഫൗണ്ട് ട്രൂത്താണ് ട്രെവർ നോയെ ഫൂഫി എന്ന ഡംപ് ഡോഗ് പഠിപ്പിക്കുന്നത്. ട്രെവറിൻ്റെ കുട്ടിക്കാലത്ത് അവരുടെ അമ്മ അവരുടെ കൊളീഗിൻ്റെ അടുത്ത് നിന്ന് സിസ്റ്റേഴ്സായിട്ടുള്ള 2 ഡോഗിനെ തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അതിനെ ഫൂഫി, പാന്തർ എന്നിങ്ങനെ നെയിം ചെയ്യുകയും ചെയ്യുന്നു, പേരിട്ട് വിളിക്കുന്നു. ഫൂഫി വാസ് ജോർജിയസ് ബട്ട് അപ്പിയർഡ് ഒബ്ലീവിയസ്. ഫൂഫി എന്താണ്? വളരെ സുന്ദരനായിട്ടുള്ള ഒരു ഡോഗായിരുന്നു, പക്ഷേ ഒബ്ലീവിയസ്, ഒരു മറവി രോഗം പോലെയൊക്കെയുള്ള ഒരു ഡോഗ്. പക്ഷേ സിസ്റ്ററായിട്ടുള്ള പാന്തർ എന്താണ്? വളരെ സ്മാർട്ടാണ്. അവരുടെ കാര്യത്തിൽ ഒരു കാര്യം സംഭവിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്രെവർ നോവക്ക് ഫൂഫിയെ വളരെ ഇഷ്ടമായിരുന്നു. ഫൂഫി പക്ഷേ തന്നോട് മാത്രമല്ല സ്നേഹം കാണിക്കുന്നത്, തങ്ങളുടെ അടുത്ത വീടുകളിലുള്ള ആൾക്കാരോടും സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് ട്രെവർ നോവ മനസ്സിലാക്കിയപ്പോൾ ഫൂഫിയെ എന്താണ് വീട്ടിൽ അടച്ചിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇത് വളരെ വിഷമത്തിലേക്കും ഒക്കെ നയിക്കുന്നു. ട്രെവർ നോവ അതുവരെ വിശ്വസിച്ചത് എന്താണ്? ഞാൻ സ്നേഹിക്കുന്ന ഫൂഫി എൻ്റേത് മാത്രമാണ് എന്നാണ്. പക്ഷേ ഒരു റിയലൈസേഷൻ ഉണ്ടാവുന്നത് ആരിലൂടെയാണ്? ഫൂഫിയിലൂടെയാണ്. ആ റിയലൈസേഷൻ ഇതാണ്: യു ഡു നോട്ട് ഓൺ ദ തിങ് ദാറ്റ് യു ലവ്. നിങ്ങൾ സ്നേഹിക്കുന്ന എല്ലാം നിങ്ങളുടേതാവണം എന്നില്ല എന്നൊരു റിയലൈസേഷൻ ട്രെവർ നോവക്ക് നൽകുന്നത് ഫൂഫിയാണ്. ഫൂഫിയുടെ മരണം ട്രെവർ നോവക്ക് ഉണ്ടാക്കുന്നത് വല്ലാത്ത ഒരു ഷോക്ക് തന്നെയാണ്. ഫൂഫിയുടെ ഡെത്ത് എന്ന് പറയുന്നത് ഒരു ട്രാജിക് ഡെത്തായിരുന്നു. അവരുടെ വീടിൻ്റെ ഗേറ്റ് ഫൂഫിയുടെ പിറകിൽ തകർന്ന് വീണിട്ടാണ്, അതിൻ്റെ സ്പൈന്, നട്ടലൊക്കെ തകർന്നുകൊണ്ടാണ് ആര് മരിക്കുന്നത്? ഫൂഫി മരിക്കുന്നത്. അപ്പോൾ മാത്രമാണ് ഫൂഫി ഡംബായിരുന്നു എന്നുള്ള കാര്യം ട്രെവർ നോവയും അവരുടെ ഫാമിലിയും മനസ്സിലാക്കുന്നത്. അവരുടെ വെറ്റിനറി ഡോക്ടറായിട്ടുള്ള, മൃഗഡോക്ടറായിട്ടുള്ള ആളാണ് എന്ത് പറയുന്നത്? ഫൂഫി ഇത്രയും കാലം ജീവിതത്തിലുടനീളം ഡംപായിരുന്നു എന്നുള്ള ഒരു കാര്യം ആരോട് പറയുന്നത്? നമ്മുടെ ട്രെവർ നോയയുടെ ഫാമിലിയോട് അറിയിക്കുന്നത്. അതുവരെ അവരാ കാര്യം അറിഞ്ഞിരുന്നേയില്ല. ഫൂഫി വിളിക്കുമ്പോൾ കേൾക്കാതിരിക്കുന്നത് അനുസരണക്കേട് പോലെയാണ് അവർ കണ്ടത്. പക്ഷേ അതങ്ങനെ ആയിരുന്നില്ല. ഫൂഫി വാസ് ഡംപ്. പലപ്പോഴും അവർ എന്താണ്, അവരുടെ കമാൻഡുകൾ, അവരുടെ അതിനോട് പറയുന്ന കാര്യങ്ങളൊക്കെ അത് അനുസരിക്കാത്തത് അതിൻ്റെ പിടിവാശി കൊണ്ടാണ് എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ റീസൺ എന്തായിരുന്നു? അത് ഡംപായിരുന്നു. മറ്റൊരു കാര്യം, പലപ്പോഴും അവർ വിളിക്കുമ്പോൾ അത് വന്നുകൊണ്ടിരുന്ന എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സിസ്റ്ററാണ് ആര്? പാന്തർ. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അമ്മ സിസ്റ്ററിനെയും പാന്തറിനെയും കൂടിയാണ് വാങ്ങിയത്. ഫൂഫിയെയും പാന്തറിൻ്റെയും ഒരുമിച്ചാണ് വാങ്ങിയത്. അപ്പോൾ പാന്തറിന് എന്താണ്? ചെവി കേൾക്കാം. അതുകൊണ്ട് പാന്തറിനെ വിളിക്കുമ്പോൾ പാന്തർ പോകുന്നത് കണ്ടുകൊണ്ടാണ് പലപ്പോഴും ഫൂഫി അതിനെ ഫോളോ ചെയ്തിരുന്നത്. വളരെ ട്രാജിക്കായിട്ടുള്ള ഒരു ഷോക്കായിരുന്നു ഫൂഫിയുടെ ഡെത്തിലൂടെ നമ്മുടെ ഓതറിന് ട്രെവർ നോവക്ക് ഉണ്ടാവുന്നത്. ട്രെവർ നോവയെ വളരെ പ്രൊഫൗണ്ടായിട്ടുള്ള ഒരു ട്രൂത്ത് പഠിപ്പിക്കുന്നത് ഫൂഫി എന്ന് പറയുന്ന ഈ ഒരു പട്ടിക്കുട്ടിയാണ്. യെസ്, ഓഫ് കോഴ്സ്. Trevor Noah learned the lesson that you do not own the thing that you love through Foofi.